വെയിറ്റ് ലോസ് ചെയ്യുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ക്രാവിങ്സ്. രാവിലെ ഒരു 11 മണി നേരത്തും ഉച്ച തിരിഞ്ഞ ഒരു 5 മണി നേരത്താണ് ഈ ഒരു സംഭവം നമുക്ക് വരാം. അപ്പോ ക്രാവിങ്സിനുള്ള ഒരു അടിപൊളി പരിഹാരം എന്റെ കയ്യിലുണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. നമ്മളെ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെയിറ്റ് കുറയണേന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ലോസ് ആവാനായിട്ട് നമ്മൾ കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കും. കലോറി എന്ന് പറയുന്നത് എനർജി. അപ്പൊ എനർജി കുറവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എനർജി, അതായത് ഫാറ്റ്, അത് എനർജി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ലോസ് നടക്കും, വെയിറ്റും കുറയും. സോ സിമ്പിൾ. ഫാറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് എന്തായാലും കുറച്ച് ടൈം പീരീഡ് വരും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എനർജി തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും. അപ്പോൾ നമ്മളുടെ ബോഡി നമ്മുടെ ബ്രെയിനിനോട് പറയും, എനിക്ക് ഇതുവരെയായിട്ടും എനർജി കിട്ടിയിട്ടില്ല, എന്നോട് ഒരു പണിയും ചെയ്യാൻ പറയരുത് എന്ന് പറയും. ആ സമയത്ത് നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ ശരീരത്തില് വിശപ്പ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ക്രാവിങ്സ് വരും. ആ സമയത്ത് നമ്മളുടെ ബ്രെയിൻ അറിയാം, എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് എനർജി കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്ത ഐറ്റംസുകളോ കഴിക്കാനായിട്ട് നിർബന്ധിക്കും. പാവം നമ്മള് അത് കഴിച്ചു പോവും, അല്ലേ? അപ്പൊ നമുക്കിങ്ങനെ ക്രാവിങ്സ് ഉള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങളല്ലേ കഴിക്കാറ്? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെയാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. വേറൊന്നല്ല, ഹെർബൽ ടീ എ ഫ്രഷ്. ഇതൊരു എനർജി ഡ്രിങ്ക് ആണ്. ഓറഞ്ച് പീക്കോ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ കഫെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ ടൈം എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നമ്മളുടെ ബോഡീനെ എപ്പോഴും ആക്ഷനിൽ ഇരിക്കാൻ പറ്റും. കലോറി കൂടുതൽ ബേൺ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും. സോ നമ്മളൊരു സാധാരണ ഒരു എനർജി കിട്ടാനായിട്ട് ഒരു ടീ കഴിക്കുമ്പോൾ അതിൽ 150 കിലോ കലോറിയാണ് കിട്ടുന്നിടത്ത് നമ്മൾ ഈ ഒരു എയർ ഫ്രഷിൽ നിന്ന് വെറും 3 കലോറിയാണ് നമുക്ക് കിട്ടുക. സോ എയർ ഫ്രഷ് എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടും അതിന്റെ ബെനിഫിറ്റ്സ് എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെർബൽ ടീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തായാലും വെയിറ്റ് ലോസിലെ ക്രാവിങ്സിന്റെ സമയത്ത് ഇതുപോലുള്ള ഒരു ഹെർബൽ ടീ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ലോസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എയർ ഫ്രഷ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. താങ്ക്